നമസ്കാരം. കേരള സമ്മിറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ഹീനമായ രാഷ്ട്രീയ കൊലപാതകത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് നാട്. ഇത്തവണ പ്രതിസ്ഥാനത്ത് CPIM ആണ്. വലിയ രോഷം നാട്ടിലാകെ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് സമ്പൂർണ്ണമായും പിന്തിരിയുമെന്നും സമാധാനമാണ് ഇനി മേലിലുള്ള നയമെന്നും ആണയിട്ട് പറയുന്നു CPIM. പക്ഷേ മുന്നനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ പാർട്ടിയെ അതിൽ വിശ്വസിച്ചുകൂടാ എന്ന് ആക്ഷേപിക്കുകയാണ് പ്രതിപക്ഷം. ഈ വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന്, മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ CPIM പറയുന്ന സമാധാന നയത്തെ പൊയ്വാക്കായി മാത്രമേ എടുക്കാൻ കഴിയുകയുള്ളൂ എന്ന്. മറ്റൊന്ന്, സമാധാനത്തെക്കുറിച്ച് പറയുമ്പോൾ CPIM മാത്രം പ്രതിജ്ഞ ചെയ്താൽ മതിയോ എന്ന ചോദ്യവും പ്രസക്തമാണല്ലോ. ഒപ്പം ലോകവും കാലവും മാറിക്കൊണ്ടിരിക്കുമ്പോഴും കേരളത്തിൽ മാത്രം രാഷ്ട്രീയത്തിൻ്റെ പേരുള്ള ഈ ചോരക്കളി തുടരുന്നത് എന്തുകൊണ്ടാണ് എന്നും. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, CPIM നേതാവ്, ശ്രീ രവീന്ദ്രൻ രാവണേശ്വരം, മാധ്യമപ്രവർത്തകൻ, ശ്രീ റെജിൽ മാക്കുറ്റി, കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് ജയൻ, BJPയുടെ പ്രതിനിധിയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, നമ്മൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളും മറുപടികളും ഒക്കെ കുറേ അധികം തവണ ചർച്ച ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഈ കാര്യത്തിൽ സമാധാനത്തിലൂന്നിയുള്ള ഒരു പൊതുനയം എടുത്ത് മുന്നോട്ട് പോകുമെന്ന് CPIM പറയുകയാണ് കേരളീയ പൊതുസമൂഹത്തോട്. പക്ഷേ ഇതിനു മുൻപും ഈ നാടിനെ നടുക്കിയിട്ടുള്ള വലിയ കൊലപാതക കേസുകൾ പ്രതികളാക്കപ്പെട്ടവരെ, ശിക്ഷിക്കപ്പെട്ടവരെ സംരക്ഷിക്കുന്ന സമീപനം ഇപ്പോഴും തുടർന്നു പോകുന്ന ഒരു പാർട്ടി സമാധാനത്തെക്കുറിച്ച് പറയുമ്പോൾ അതെങ്ങനെ വിശ്വസിക്കുമെന്ന ചോദ്യം വളരെ പ്രസക്തമാണല്ലോ. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രതിനിധികളെ കണ്ടു. മാധ്യമപ്രതിനിധികളോട് അദ്ദേഹം യാതൊരു വിധത്തിലുള്ള മറച്ചുവെക്കലുമില്ലാതെ വളരെ സുതാര്യമായ രീതിയിൽ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കി. പഴയ ഗോത്രബോധത്തിൻ്റെ തുടർച്ചയായി നിലനിൽക്കുന്ന കുടിപ്പകയൊന്നും രാഷ്ട്രീയത്തിൽ ഇനി തുടരാൻ പറ്റില്ല. സംഘർഷങ്ങളും സംഘടനകളും ഒക്കെ ഉണ്ടാകാം. പക്ഷെ ആ സംഘർഷങ്ങളെയും സംഘടനകളെയും എല്ലാം തന്നെ വിവേകപൂർവ്വം കൈകാര്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ശൈലി പാർട്ടി പ്രവർത്തകർക്ക് ഉണ്ടാകണം. ഞങ്ങളത് കോൺഗ്രസ് നിന്ന് പ്രതീക്ഷിക്കുന്നില്ല, BJPയിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ ഈ TP ചന്ദ്രശേഖരൻ കൊലക്കേസ് എടുത്താൽ പോലും അതിൽ പ്രതി ചേർക്കപ്പെട്ട, പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ, അല്ലെങ്കിൽ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ഒരാളെ പരിപൂർണമായും സംരക്ഷിക്കുന്ന നില സ്വീകരിക്കുന്നു നിങ്ങൾ. അപ്പോൾ അതിൽ തന്നെ കൊലയാളി സംഘത്തിൽപ്പെട്ട ഷാഫിയെ പോലെയുള്ള ആളുകൾക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകുകയോ അല്ലെങ്കിൽ അയാളുടെ വീട്ടിലെ ചടങ്ങുകൾക്ക് നേതൃപരമായ പങ്കാളിത്തം വഹിക്കാൻ CPIMൻ്റെ പ്രതിനിധികൾ പോവുക പോലെയുള്ള സമീപനം സ്വീകരിക്കുന്ന നിങ്ങൾ ഈ പറയുന്ന അക്രമത്തോട് മുഴുവനായും വേർതിരിഞ്ഞു നിൽക്കുമെന്ന് പറയുന്നതിനെ എങ്ങനെ വിശ്വസിക്കുമെന്ന ചോദ്യം പ്രസക്തമാണല്ലോ. ഈ പാർട്ടി ഒറ്റപ്പെട്ട സംഭവങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പാർട്ടി അതിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം ക്രിമിനൽ കേസുകൾ പ്രതികളാകുന്ന ആളുകളെ സംരക്ഷിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, മമ്പറം ദിവാകരൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു തൊഴിൽ സ്ഥാപനത്തിലേക്ക് ബോംബെറിഞ്ഞ് കുളങ്ങരത്ത് രാഘവൻ എന്ന് പറയുന്ന ഒരു CPM പ്രവർത്തനം കൊല ചെയ്ത കേസിലാണ്. അദ്ദേഹം ജീവപര്യന്തം ശിക്ഷിച്ചതാണ്. ആ ശിക്ഷ അന്നത്തെ കരുണാകര ഗവൺമെൻറ് ഇളവ് ചെയ്ത് അദ്ദേഹത്തെ പുറത്തുവിടുക, അതൊന്നും നിങ്ങളാരും ചർച്ച ചെയ്തിട്ടില്ലല്ലോ. അദ്ദേഹം ഇപ്പോൾ KPCC എക്സിക്യൂട്ടീവാണ് എന്ന് മാത്രമല്ല 2 പ്രാവശ്യമായിട്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ മത്സരിക്കുകയാണ് അദ്ദേഹം. ഇപ്പോഴത്തെ PCCയുടെ ജനറൽ സെക്രട്ടറി, വർക്കിംഗ് ജനറൽ സെക്രട്ടറിയാണ് K. സുധാകരൻ. ആരാണ് അദ്ദേഹം? അദ്ദേഹത്തിൻ്റെ പേരിൽ എത്ര കേസുകളുണ്ട്? റിജിൽ മാക്കുറ്റി, ഇവിടെ ഇപ്പോൾ ഈ കൊലപാതകം മറ്റേതെങ്കിലും പോലെ ഒന്നല്ല. CPIM പരിപൂർണമായും അതിനെ തള്ളിപ്പറയുകയാണ്. തുടർന്ന് അങ്ങോട്ടുള്ള കാലം ഇനി ഒരു രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന പ്രതിജ്ഞാബദ്ധമായ ഒരു നിലപാട് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. നിങ്ങൾ അതിനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? എല്ലാ പാർട്ടികളുടെയും കൂടി സഹകരണം കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒന്നാണ് സമാധാനം. ഈ ആണയിടുക, പ്രതിജ്ഞ ചെയ്യുക എന്ന് CPMൽ മാത്രം നിക്ഷിപ്തമായ ഒരു കാര്യമാണ്. ഈ നമ്മുടെ ആരാച്ചാർമാർ ഈ തൂക്കിക്കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ് യോഗം വിളിക്കുന്നത് പോലെയാണ് CPMൻ്റെ നിലപാട്. CPMന് ഇതിനകത്ത് ഒരു പ്രാദേശികമായ നേതൃത്വത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി ഉള്ള കൊലപാതകമല്ല. പ്രത്യേകിച്ച് CPMൻ്റെ ജില്ലാ നേതൃത്വം ഒന്നും അറിയാതെ, നേതാക്കന്മാർ അറിയാതെ ഇത്തരം ഒരു കൊലപാതകം നടക്കില്ല. ഈ കൊലപാതകത്തിലും ഈ പേരിയിൽ നടന്ന ഈ 2 ഇരട്ട കൊലപാതകത്തിലും വളരെ കൃത്യമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിനും കാസർഗോഡും മാത്രമല്ല ആ കൊലപാതകം ഇപ്പോൾ പീതാംബരൻ്റെ പിറകിൽ മാത്രം കെട്ടിവെച്ചുകൊണ്ട് ആ പീതാംബരൻ മാത്രമാണ് ഇതിൻ്റെ പ്രതിയെന്ന് ഇവർ വ്യാഖ്യാനിക്കുമ്പോൾ യഥാർത്ഥ സത്യം ഭാര്യ വിളിച്ചു പറഞ്ഞു, മകള് പറഞ്ഞു. പിന്നെയാണ് ഭീഷണിപ്പെടുത്തി അവിടെ മുൻ MLA പോയി അവരെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ അവരെ സ്വാധീനിച്ചോ മൊഴിമാറ്റിച്ചത്. അപ്പോൾ സ്വാഭാവികമായും CPMൻ്റെ ഉന്നത നേതാക്കന്മാർക്ക് പങ്കുണ്ട് എന്ന് മാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ CPMൻ്റെ ഈ കൊട്ടേഷൻ പ്രവർത്തനം നടത്തുന്ന ഒരു വലിയ വിഭാഗം നേതാക്കന്മാരുണ്ട് കണ്ണൂർ. അവരുടെയൊക്കെ പിന്തുണയോടുകൂടി തന്നെയാണ് ഈ ആസൂത്രിതമായ കൊലപാതകം നടന്നത്. ഇവിടെ എപ്പോഴും ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൊലപാതകത്തെക്കുറിച്ചാണ് ഏത് കൊലപാതകം നടക്കുമ്പോൾ ഇവർ ആക്ഷേപിക്കുന്നത്. ശ്രീ മമ്പറം ദിവാകരനുമായി ബന്ധപ്പെട്ട വിഷയം എല്ലാ ചർച്ചകളിലും ഇവർ പറയുന്നു. മമ്പറം ദിവാകരൻ ആ കേസിനകത്ത് പ്രതിയല്ല എന്ന് പറഞ്ഞത്
അലക്സാണ്ടർ ജേക്കബാണ്, അദ്ദേഹത്തിൻ്റെ ബോധ്യമാണത്. അപ്പോൾ അത് വെച്ചാണ് മമ്പറം ദിവാകരൻ വലിയ കൊലയാളിയാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥ കൊല നടത്തിയ ആളുകളാണ് കേരളത്തിന്റെ നിങ്ങളുടെ മുഖ്യമന്ത്രി നമ്മുടെ വെട്ടിയ കേസിൽ പ്രതിയാണ്. നശിപ്പിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആക്ഷേപിക്കാൻ നിരപരാധി എന്ന് പറഞ്ഞത് ന്യായീകരിക്കുന്ന ഈ പൊളിറ്റിക്സ് തന്നെയാണ് കൊലപാതക രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്റെ ചോദ്യം അതല്ല, നിലപാട് ഞങ്ങൾക്കില്ല. ശരി ഈ കൊലപാതകത്തിന് നിങ്ങൾ കുഞ്ഞനന്ദൻ നിങ്ങൾക്ക് പ്രസംഗമാക്കല്ലേ. എന്റെ ചോദ്യം, അക്രമ രാഷ്ട്രീയത്തോട് ഒരു നിലയ്ക്കും ഞങ്ങൾക്കിനി അനുഭാവ സമീപനമില്ല എന്ന് ഈ പാർട്ടി പറയുകയാണ്. അതിനെ മുഖവിലേക്കെടുക്കുന്ന നിങ്ങളുടെ പ്രതികരണം ഏതു തരത്തിലാണെന്നാണ്. ഒന്നാമത്തെ കാര്യം, ഈ കൊലപാതകത്തിന് ശേഷം വലിയ തോതിലുള്ള പ്രത്യാക്രമണം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഈ പെരിയയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പീതാംബരനെ പോലും കഴിഞ്ഞ ജനുവരി 5 ആക്രമിച്ച കേസിലെ പ്രതികൾ കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന സമാധാന നയത്തോടുള്ള പ്രതിബദ്ധത എത്രത്തോളമാണ്? CPM മാത്രം മിണ്ടാതിരുന്നാൽ ഈ രാജ്യത്ത് ചോരക്കളി അവസാനിക്കില്ലല്ലോ. ആ പെരിയയിലുണ്ടായത് ഒരു പ്രാദേശികമായി, അതിനകത്ത് വസ്തുതകൾ പറഞ്ഞല്ലോ, പീതാംബരനെ ആക്രമിക്കപ്പെട്ട പ്രതികളാണെന്ന്. സ്വാഭാവികമായി രാഷ്ട്രീയത്തിൽ ഒരു തല്ല് അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള തർക്കങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ടാകാറുണ്ട്. അത് പറഞ്ഞു തീർക്കാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ വിഷയം പറഞ്ഞു തീർക്കാൻ CPM-ന്റെ ലോക്കൽ നേതൃത്വത്തെ, MLA, അവിടെയുള്ള പ്രാദേശിക നേതൃത്വം പലതവണ സമീപിച്ചു. അതിനകത്ത് പല കാര്യങ്ങളും പറഞ്ഞു. അതിനുള്ള കൃത്യമായ അക്രമങ്ങളോ ഞാൻ പറയട്ടെ. അപ്പോൾ അതിനുശേഷമാണ് ഈ ഭീകരമായ കൊലപാതകം നടന്നത്. ആ കൊലപാതകം നടന്ന് ആ ഒരു വൈകാരിക അന്തരീക്ഷത്തിനകത്ത് ആ നടന്ന സംഭവത്തെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. അഭിമന്യുവിനെക്കാളും ദയനീയമായി അത് കേവലമായ വൈകാരിക പഠനമാണ്, പാർട്ടിക്ക് ഒരു പങ്കുമില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശ്രീ രവീന്ദ്രൻ രാവണേശ്വരം, ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പിടിക്കപ്പെട്ട ആളുകൾ അവരിലേക്ക് ഇത് ഒതുക്കാൻ പാർട്ടി ശ്രമിക്കുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ഇന്റേണൽ അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുൻപോ അല്ലെങ്കിൽ പുറമേ നിന്ന് പോലീസിന്റെ ഒരു ഫൈനൽ കൺഫർമേഷൻ വരുന്നതിന് മുൻപോ തന്നെ ഇത് കൊല ചെയ്തത് പീതാംബരനാണ്, പീതാംബരൻ അപ്പുറത്തേക്ക് ഇനി പോവേണ്ടതില്ല എന്നൊരു സമീപനം പൊതുവെ CPM സ്വീകരിച്ചതുപോലെ തോന്നുന്നു. ഈ സംഭവം കാരണം ഞങ്ങൾക്ക് സംബന്ധിച്ചോളം വളരെ അപരിചിതമായ ഒരു മോഡസ് ഓപ്പറൻഡിയാണ് ഈ കൊലപാതകം എന്ന് പറയുന്നത്. സംഘർഷങ്ങളൊക്കെ ഉണ്ട് അവിടെ. കോൺഗ്രസിൻ്റെ ഒരു കുത്തക മേഖലയാണ് ഈ മേഖല, കോൺഗ്രസിൻ്റെയാണ്. CPM-ഉം അവിടെ പ്രവർത്തിക്കുന്നു. CPM അവിടെ മോശമാണ്, കോൺഗ്രസ് നല്ലത് എന്നുള്ള അഭിപ്രായമൊന്നുമില്ല. അവർ രണ്ടുപേരും സമാധാനപരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഒറ്റപ്പെട്ട സംഘർഷങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഈ കൊലപാതകം പീതാംബരന് ഒറ്റയ്ക്കോ അവരുടെ സുഹൃത്തുക്കളെയോ ചേർത്ത് നടത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതായത് CPM-കാർ തല്ലുകൊള്ളുന്ന സ്ഥലമാണത്. അപ്പോൾ 2 വർഷം മുമ്പേ 2 തവണയും അത് ഒത്തുതീർത്തതാണ്. അതായത് ഒത്തുതീർക്കാനുള്ള ബന്ധവും മനസ്സും അവിടെ ഉണ്ട്. താങ്കൾ പറഞ്ഞ ഈ VPP മുസ്തഫയുടെ പ്രസംഗം ശരിയാണ്, തല്ലുകൊള്ളുന്ന സ്വഭാവമാണ് അവിടെ CPM-ന് പൊതുവേ ഉള്ളത്. അവിടെ CPM വളരെ ദുർബലമാണ് ഈ പെരിയ മേഖലയിൽ. അത് കോൺഗ്രസിന്റെ ഒരു കേന്ദ്രമാണ്. അവിടുത്തെ ഈ കോൺഗ്രസ് യൂത്ത് വിങ് വളരെ അഗ്രസീവായ ഒരു വിങ്ങാണ്. അവിടെ ശക്തമാണ് കോൺഗ്രസ്. അത് ഈ ശക്തമായ അടിത്തറയുള്ള പാർട്ടിയാണ്. അതിനാണ് ഞാൻ ഗുണ്ടകളെന്നോ ഒന്നുമില്ല പ്രയോഗങ്ങളൊന്നും ഞാൻ നടന്നില്ല. അങ്ങനെയുള്ള ആദ്യത്തെ അക്രമത്തിൽ കോംപ്രമൈസായി പീതാംബരന് 18,000 രൂപ കൊടുത്തു എന്നാണ് അറിവ്. വീണ്ടും പീതാംബരൻ നേരെ ആക്രമണമായി. ആക്രമണം 2 പേരും തമ്മിൽ പ്രശ്നം ഉണ്ടാകും, അതിൻ്റെ വേറെ ബഡ്സിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. 25,000 രൂപ കൊടുത്ത് കോംപ്രമൈസായി എന്നാണ് കിട്ടിയ വിവരം. പിന്നെ ഉണ്ടായ ഈ സംഭവത്തിൽ ഇയാൾ അതിന് തയ്യാറായില്ല. ഇയാൾ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ലോക്കൽ കമ്മിറ്റി മെമ്പറാണെന്ന് വന്നാൽ ഇയാൾ അവിടെ നല്ല സംഘാടകനാണ്. ഒരു പക്ക ഗുണ്ട എന്നൊന്നും
അയാളെ പറയാൻ പറ്റില്ല. അയാളുടെ പാർട്ടിക്ക് വേണ്ടി അയാൾ പിന്നെ അടിക്ക് പോവും, സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്തിട്ട് പാർട്ടി ഓഫീസിൽ സ്ഥലം വാങ്ങും, പിന്നെ സ്കൂളിന് വേണ്ടി ബസ് MLA ഒക്കെ സ്വാധീനിച്ചിട്ട് ബസ്സൊക്കെ വാങ്ങും. അങ്ങനെ നല്ല പ്രവർത്തനവും അയാൾ നടത്തുന്നുണ്ട് ഇയാൾ. അതേ സമയത്ത് പിന്നെ കോൺഗ്രസിനെ നേരിടാൻ ലീഡർഷിപ്പ് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ളത് പീതാംബരന് മാത്രമാണ്. ബാക്കി ആർക്കും അങ്ങനെ ഇല്ല. അത് പീതാംബരൻ ബെസ്റ്റ് കാഡറാണ് CPM സംബന്ധിച്ചോളം. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ പങ്കുണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ലോക്സഭാ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു കൊലപാതകം അവിടെ ജില്ലാ കമ്മിറ്റിയും സ്റ്റേറ്റ് കമ്മിറ്റിയും പ്ലാൻ ചെയ്തിട്ട് പെരിയയിൽ നടത്തില്ല ഇന്ന് വിശ്വസിക്കുന്നതിനാണ് ഇഷ്ടം. അപ്പോൾ പീതാംബരൻ്റെ അതൃപ്തി ഈ പൈസ കൊടുത്ത് ഞാൻ തല്ലുകൊള്ളാനും കാശ് വാങ്ങാനുള്ള ഒരു പപ്പറ്റാ ആയി മാറുന്നു എന്നുള്ള തോന്നൽ നിന്ന് അയാളുടെ മനസ്സിലുണ്ടായ ഒരു അയാളുടെയോ അയാളുടെ അടുത്ത സുഹൃത്തുക്കളുണ്ടായ ഒരു പിന്നെ പദ്ധതിയാണ് ഇത്. അപ്പോൾ താങ്കൾ പറഞ്ഞൊരു വെൽ സംഘാടകനായതുകൊണ്ട് തന്നെ ഈ പറയുന്ന മൊത്തം ആസൂത്രണം നടത്താൻ അയാൾക്ക് പ്രയാസം ഉണ്ടാവില്ല എന്നാണ്. അയാൾ കോണ്ടാക്ട് വേറെ സ്ഥലങ്ങളിലേക്ക് അയാൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവും. അതയ്യോ ഈ ഞാൻ ഇത്രയും പറഞ്ഞത് ഈ കൊലപാതക രീതിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ നിലവിലെ കേസ് ഫ്രെയിം ചെയ്തിരിക്കുന്ന രീതിയെക്കുറിച്ച് നമുക്ക് ആശയക്കുഴപ്പമുണ്ട്. കാരണം ഈ പറഞ്ഞ ആളുകൾ മാത്രമല്ല അതിൽ പങ്കെടുത്തത്. അല്ല, അതെന്ത് തന്നെയായാലും അതിൻ്റെ പുറകിൽ വേറെ ആൾക്കാരുണ്ടാകും എന്നാണ്. ഇനിയിപ്പോൾ ഇത് CPMൻ്റെ നേതാക്കളാണെന്നില്ല, കൊല്ലാൻ കാശ് കൊടുത്തു കഴിഞ്ഞാൽ ആരെയും കിട്ടൂലേ? അത് മംഗലാപുരത്ത് പോയി കഴിഞ്ഞാൽ ആളെ കിട്ടും. അതിന്റെ ആവശ്യമുണ്ടോ ആളെ കൊല്ലാൻ? നമ്മളെ കണ്ണൂരിൽ തന്നെ റജൂര് പോവുകയാണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യം പറയേണ്ടി വരും. നമ്മളൊരു കുറ്റാന്വേഷണത്തിന്റെ പ്രശ്നമായി അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ കേരളത്തിൽ കൊലപാതകത്തിന്റെ കൊട്ടേഷൻ സംഘം ഉണ്ടാക്കി ആദ്യമായിട്ട് കോൺഗ്രസ് മൊയാർത്തി സംഘന്റെ രക്തം പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കൊലക്കേസ്. അഡ്വക്കേറ്റ് ജയൻ, ഇവിടെ BJPക്ക് എത്രത്തോളം ആത്മാർത്ഥമായി അക്കാര്യത്തിലൊരു നിലപാട് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്? CPM പറയുന്നു ഞങ്ങൾ ഇനി അതിനില്ല എന്ന്. BJP അവരുടെ നിലപാട് ഇനിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടില്ല. ഈ രാജ്യത്തും ഈ കേരളത്തിലും ഉണ്ടായിട്ടുള്ള നിരവധിയായ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒട്ടും പിന്നിലല്ലാതെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണല്ലോ BJP. കേരളത്തിൽ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ആദ്യമായി സംസാരിച്ചതും അത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എതിർപക്ഷത്ത് നിൽക്കുന്ന CPMനെ സമാധാനത്തിലേക്ക് ക്ഷണിച്ചതും RSS BJP പ്രസ്ഥാനങ്ങളാണ്. പരമേശ്വർജിയിൽ നിന്ന് തുടങ്ങിയ ആ ശ്രമം RSS BJP നേതാക്കൾ സംസ്ഥാന സർക്കാരിനെയും മുഖ്യ രാഷ്ട്രീയ എതിരാളിയായി നിൽക്കുന്ന CPMൻ്റെ നേതൃത്വത്തെയും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമീപിക്കുകയുണ്ടായി. യാതൊരു പോസിറ്റീവ് സിഗ്നലുകളും എതിർപക്ഷത്തു നിന്ന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, സമാധാന ചർച്ചകൾക്ക് ശേഷം അതിൽ ഒപ്പിട്ട മഷി ഉണങ്ങുന്നതിന് മുമ്പേ വീണ്ടും കൊലപാതകങ്ങൾ ആവർത്തിക്കാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും CPMൻ്റെ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് വിരുദ്ധ നിലപാടുണ്ട്. നിങ്ങളുടെ പൊസിഷൻ എന്താണ് എന്നാണ്. തീർച്ചയായും സമാധാനത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണ്. കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ CPM എല്ലാം ഒരു പക്ഷത്തുണ്ട്, മറുപക്ഷത്ത് കക്ഷികൾ മാറി മാറി വരും. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയെയോ RSSനെയോ സംബന്ധിച്ചിടത്തോളം ഒരു പ്രീ പ്ലാൻഡ് അടിസ്ഥാനത്തിൽ കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തി എന്ന് രാഷ്ട്രീയ എതിരാളികൾക്കോ കേരള പോലീസിനോ അഭിപ്രായമില്ല. കുഞ്ഞിക്കാണ് ഈ കാര്യത്തിൽ CPM ആണ് ഈ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. അതിൽ CPM ഇപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് മുന്നോട്ട് ഈ നിലയിൽ മുന്നോട്ട് പോകില്ല എന്ന് പൊതുസമൂഹത്തോട് പ്രതിജ്ഞാബദ്ധമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുൻപുണ്ടായിപ്പോയ പിഴവുകളെന്ന് കുഞ്ഞനന്തയുടെയും ഷാഫിയുടെയും കാര്യം പറയാൻ കഴിയുമോ? ഷാഫിയും അത് നമ്മളെന്താണ് നിഷാദ്, ഈ ഉറക്കത്ത് തുണി ചവക്കുന്ന പോലെ നമ്മളിങ്ങനെ TP ചന്ദ്രശേഖരനും ഷാഫിയും കുഞ്ഞനന്തനും ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് സഖാവ് കോടിയേരി പറഞ്ഞത്, പാർട്ടിയാണെന്ന് പറഞ്ഞ ആരും പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം അക്രമ പ്രവർത്തനവും നടത്തേണ്ട, പാർട്ടിയുടെ ആളുകളാണ് ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ സംരക്ഷിക്കില്ല എന്ന് പാർട്ടി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് പറയാമോ? കുഞ്ഞനന്തനെ നിങ്ങൾ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു, കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഒരാൾ പാർട്ടിക്ക് വേണ്ടി എടുത്ത പണിയാണല്ലോ. പരിപൂർണമായ സംരക്ഷണം സർക്കാർ തലത്തിൽ പാർട്ടി തലത്തിൽ എല്ലാം നൽകുകയാണ്. അല്ല, ആ കോടതി ആ പത്രസമ്മേളനത്തിൽ തന്നെ കോടിയേരിയോട് ഈ ചോദ്യം ചോദിച്ചിരുന്നല്ലോ. കോടിയേരി പറഞ്ഞ എന്താണ്, പാർട്ടിയുടെ ഒരു ധാരണയിൽ അദ്ദേഹം കുറ്റവാളിയല്ല, കുറ്റവാളികളല്ലാത്ത ആളുകളെ എന്താകാം പോലീസ് ക്രിമിനൽ കേസുകൾ പ്രതിയാക്കാം, കോടതി ശിക്ഷിക്കാം. പക്ഷെ ഞാൻ ആ കാര്യത്തെ കാണുന്നത്, കോടതി നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ നിയമങ്ങൾക്കനുസരിച്ച് ശിക്ഷ കിട്ടിയ ഒരാൾ കുറ്റവാളി തന്നെയാണ്.
മേൽക്കോടതി അയാളെ റിലീസ് ചെയ്യുന്നവരെ, കുറ്റത്തിന് മുക്തമാക്കുന്നവരെ. ആ രീതിയിലുള്ള പക്വതയോട് വിവേകത്തോടു കൂടിയുള്ള ഒരു സമീപനം ഈ കാര്യത്തിൽ പാർട്ടി സ്വീകരിക്കും എന്നാണ് ഈ സംഭവങ്ങളുടെയൊക്കെ ഭൂതകാലത്തെ ഇത്തരം സംഭവങ്ങളുടെയൊക്കെ തന്നെ അനുഭവങ്ങളുടെ കൂടി വെളിച്ചത്തിൽ കേരളത്തിൽ ഇത്തരത്തിൽ മനുഷ്യനെ കൊല്ലുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം പാടില്ല എന്ന നിലപാടിൽ നിന്നുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ളത്. അത് കേരളീയ സമൂഹം മുഖവിലക്കെടുക്കും, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി ശരി അല്ല, കൊലപാതക കുഞ്ഞുണ്ണി, രാഷ്ട്രീയത്തിൽ- ഒരു മിനിറ്റ്. കുഞ്ഞുണ്ണി, ഈ ഓരോ കൊലപാതകം നടക്കുമ്പോഴും നമ്മളിത് പറയാറില്ലേ പിന്നെ കുഞ്ഞുണ്ണേട്ടാ? ഇല്ല, അങ്ങനെയല്ല നമ്മളത് കണ്ട്. ഒരു കൊലപാതകവും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല. നിരന്തരമായി CPM നിന്ന് ഉണ്ടാകുന്ന അക്രമങ്ങളെ പ്രാദേശിക അടിസ്ഥാനത്തിൽ പ്രാദേശിക പ്രവർത്തകർ എവിടെയെങ്കിലുമൊക്കെ ചെറുത്തിട്ടുണ്ടെങ്കിൽ ആ ചെറുത്ത് നിൽപ്പിൻ്റെ പരിണതഫലമായി രാഷ്ട്രീയ സംഘർഷങ്ങളിൽ CPMകാർ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ BJP നേതൃത്വം നൽകി ഒരു കാരണവുമില്ലാതെ നിങ്ങൾ ആളുകളെ വെട്ടിക്കൊന്ന കഥ പറഞ്ഞു തരട്ടെ. വാദമുഖത്തിന് വേണ്ടി അത്തരത്തിലുള്ള പല വാദമുഖമല്ല. വാദത്തിനു വേണ്ടി നമുക്ക് അല്ല, കേരളത്തിൽ ഇവിടെ ഒരു പ്രകോപനവുമില്ലാതെ ഒരു രാഷ്ട്രീയ സംഘർഷത്തിന്റെയും ഭാഗമല്ലാതെ നിങ്ങൾ ആസൂത്രിതമായി രാത്രിയിൽ വെട്ടിക്കൊന്ന ആളുകളുടെ കഥയെമ്പാടും ആസൂത്രണത്തിൽ BJPയുടെ നേതൃത്വം എവിടെ? BJPയുടെ നേതൃത്വം കൊണ്ടതല്ല. ഇവിടെ ഇപ്പൊ BJP യുടെ പീതാംബരനെ കേരളത്തിലെ ഒരു സംസ്ഥാനതല നേതാവും ഇവിടെ പീതാംബരനെ ഉള്ളൂ. നേതൃത്വം എവിടെ? പി ജയരാജനെ പോലെയുള്ള ആളുകൾ പി ജയരാജൻ നിങ്ങളും കോൺഗ്രസ് ഇങ്ങനെ ആവർത്തിച്ച പി ജയരാജൻ ആരാധന ഞാൻ ചോദിക്കുന്നത് ജയൻ, നിങ്ങളൊക്കെ കൂടി CPIMനോട് സമാധാനം വേണമെന്ന് പറയുന്നു. CPM മാത്രമായി സമാധാനത്തിന്റെ പക്ഷത്ത് നിന്നാൽ ഈ രാജ്യത്ത് സമാധാനം വരില്ല. നിങ്ങളൊക്കെ BJPയും RSSും ഏകപക്ഷീയമായി കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള സംഘടനയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏകപക്ഷീയമായി കേരളത്തിൽ ഈ സർക്കാർ വന്നതിന് ശേഷം നിങ്ങൾ മാഹിയിൽ ഒരാളെ വെട്ടിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിൽ, എന്ത് സംഘർഷം നിലനിൽക്കുമ്പോഴായിരുന്നു? മാഹിയിൽ നടന്ന കൊലപാതകത്തെ കുറിച്ച് ഇപ്പോഴും സംശയം ദൂരീകരിക്കപ്പെട്ടിട്ടില്ല. ആദ്യത്തെ കൊലപാതകം പയ്യന്നൂർ ധനേഷിനല്ലേ? ജയൻ, പിന്നെ BJP, അതേപോലെ റിജിൽ കോൺഗ്രസ്, KT, പിന്നെ CPM, ഈ 3 പാർട്ടിക്കാരും കൊന്നയാളുടെ കഥയല്ല. ഇവരുടെ തന്നെ പാർട്ടിയിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ കാസർഗോട്ടത്തെ മാത്രം കഥ പറയാം. 3 ഇപ്പോൾ കോൺഗ്രസിൻ്റെത് 19 + 2 21 അതിന് പുറമെ BJPൻ്റെത് CPM 25 വീതം. അപ്പോൾ ഇതൊക്കെ ഈ കൊലപാതകത്തിൻ്റെ കാര്യത്തിൽ ഇവരെല്ലാം ഒരുപോലെയാണ്. അപ്പോൾ പിന്നെ ആർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇനിയൊരു കൊലപാതകം നടക്കില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ശേഷം കോൺഗ്രസ് ആണോ അക്രമം തുടങ്ങിയത്? നമ്മുടെ ചർച്ച പെരിയ മാത്രമല്ല. ഞാൻ പറയുന്നത് ഈ ഒരു 2000 തൊട്ട് ഇങ്ങോട്ട് ഒരു 1995 ശേഷം ഇങ്ങോട്ട് നിങ്ങളൊരു കേരളത്തിലെ ഒരു കൊലപാതക ചരിത്രം എടുക്കുക. കോൺഗ്രസ് അതിനകത്ത് പ്രതിയായ CPMനെ കൊന്ന കേസിനകത്ത് പ്രതികളായ ആളുകളുണ്ടോ? ശിക്ഷിക്കപ്പെട്ട ആളുകൾ കണ്ണൂരിലെ ഈ പവിത്രേശ്വരം അവിടുത്തെ ഞങ്ങളുടെ ഏകപക്ഷീയമായി ഈ ഇപ്പോൾ നടക്കുന്ന ഏകപക്ഷീയമായ കൊലപാതകമാണ്. ഇപ്പോൾ എപ്പോഴും പറയുമ്പോൾ ചീമേനിയാണ്. ചീമേനി ഒരു കാര്യം പറയാം, ചീമേനിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ചീമേനി നടക്കുന്നത് 87 തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ ഒരു പ്രവർത്തകനായുള്ള ശശി അതിദാരുണമായി വെട്ടിക്കൊന്നു. ആ വെട്ടിക്കൊന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ ചീമേനി സംഘർഷം നടക്കുന്നത്. കുത്തിക്കൊന്ന രോഷത്തിനകത്താണ് ഈ ചീമേനി സംഭവം ഉണ്ടായി. ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. അതിൽപ്പെട്ട മുഴുവൻ ആളുകൾ CPM കൊന്നു. അപ്പോൾ സ്വാഭാവികമായും അതിനകത്ത് കൃത്യമായ പങ്ക് CPMനുണ്ട്. CPM ആണ് തുടങ്ങി വെച്ചത്. ചീമേനിയിലെ ഞങ്ങളുടെ ശശിയെ യൂത്ത് കോൺഗ്രസ് തന്നെ കൊന്നതിന് ശേഷമാണ് ഈ സംഘർഷം ഉണ്ടാകുകയും ആ മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. ആൾ എന്ത് പറഞ്ഞാലും തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞാലും കേസിലെ പ്രതികൾക്ക് ആ പ്രതികൾ പല ജയിലുകളിൽ നിന്ന് ഓപ്പറേഷൻ നടത്തുകയാണ്. പ്രത്യേക തരത്തിലുള്ള സംവിധാനം കൊട്ടേഷൻ ഏറ്റെടുത്ത് ഭരണകൂടത്തിന്റെ എല്ലാം ചെയ്യുന്നല്ലേ. ഞങ്ങൾ ഇന്ന് വരെ അങ്ങനെ ഒരു ആളുകളെ സംരക്ഷിച്ചില്ല. ഒരിക്കലും നിങ്ങൾ അടിച്ചാക്ഷേപിക്കാൻ പാടില്ല. കോൺഗ്രസ് ആരും തർക്കിച്ചിട്ട് കാര്യമല്ല. എല്ലാവരും ഈ കുളിമുറിയിൽ നഗ്നരാണ്. അപ്പൊ യുവാക്കളെ ക്യാമ്പസിൽ നിന്ന് ഭീകരത പഠിപ്പിച്ച് വിട്ട് തെരുവിലിറക്കി കലാപമുണ്ടാക്കാൻ പ്രേരണ നൽകുന്നവരാണ് നിങ്ങൾ. പിന്നെ ഓരോരുത്തർക്കും ഓരോ ടീം. ജനങ്ങളെ നിഷ്ഠൂരം കൊല്ല യുവാക്കൾ എന്താ ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരു സഹോദരൻ കുടിയിൽ നമ്മൾ കണ്ടതാ. എന്തിന് ഇത് ചെയ്യുന്നു? നിങ്ങൾ കൂട്ടായിട്ട് വട്ടമേശ ഇരുന്നിട്ട് ഇതിന് കേരളത്തിൽ പരിഹാരം കാണണം. എല്ലാ രാഷ്ട്രീയക്കാരും നിങ്ങളെ രാഷ്ട്രീയ താല്പര്യത്തിനും
നിങ്ങളുടെ നേതൃത്വത്തിന്റെ സ്വജീവിതത്തിനും വേണ്ടിയിട്ട് ഒരു ആ കാര്യത്തിൽ സമവായം ഉണ്ടാക്കണം. ഒരു സമവായം ഉണ്ടാകും. റിജിൽ ഒരു കാര്യം കൂടി ഓർക്കണം. നിങ്ങൾ പറയുന്നു എപ്പോഴും CPIM-ന്റെ നേതൃത്വത്തിന് വലിയ പങ്കാളിത്തമുണ്ട് ഇതിലെല്ലാം എന്ന്. നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണല്ലോ TP കേസ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് ഏത് നേതാവിലേക്ക് എത്താൻ കഴിഞ്ഞു? ആരെ പിടിക്കാൻ കഴിഞ്ഞു? ഈ പറയുന്ന സഹായങ്ങൾ പലതും ഉണ്ടായത് നിങ്ങളുടെ ഭരണകാലത്താണല്ലോ. ഇതിനോട് നിങ്ങൾക്ക് എത്രത്തോളം പ്രതിബദ്ധതയുണ്ട് അങ്ങനെയാണെങ്കിൽ? TP കേസ് മാത്രമല്ലല്ലോ, ഷുക്കൂറിന്റെ കേസിനകത്ത് ഇപ്പം ആ കേസിനകത്ത് പ്രതിയായ ജയരാജന്റെ പേര് ഇപ്പോൾ അതിനെ CBI കുറ്റപത്രത്തിൽ വന്നല്ലോ. TP കേസിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്തു എന്ന് എഴുതി വെച്ചത് VT ബൽറാം MLA ആണ്. കേസുമായി ബന്ധപ്പെട്ട TP കേസിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്തു എന്ന് എഴുതിയത് VT ബൽറാം MLA ആണ്. ഒരിക്കലും അത് VT ബൽറാം തിരുത്തിയിട്ടുണ്ട്. അതിനകത്ത് ഒരു കോംപ്രമൈസും നടന്നിട്ടില്ല. ചെയ്യാൻ പറ്റുന്ന അന്വേഷണത്തിൽ കൃത്യതയായി നടന്നതുകൊണ്ടാണ് ഇന്ന് ഈ ആളുകൾ പോലും ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നത്. പാർട്ടി മുന്നോട്ട് വെക്കുന്ന നയം സമാധാനത്തിൻ്റെതാണ്. ഈ പറയുന്ന പീതാംബരൻ വിചാരിക്കുന്നു അയാളാണ് പാർട്ടിയെന്ന്. അയാളല്ല പാർട്ടിയെന്ന് കോടിയേരി പറയുകയാണ്. അയാളൊരു നല്ല സംഘാടകനും പാർട്ടിയാണ് സർവസ്വം എന്ന് വിചാരിക്കുന്ന ആൾ കൂടിയാണ്. അങ്ങനെ ഒരാൾക്ക് ഒരു വയലൻസിലേക്ക് പോകാൻ കഴിയുക എന്ന് വെച്ചാൽ അത് എൻ്റയർ പാർട്ടിയുടെ വീഴ്ചയല്ലാതെ മറ്റെന്താണ് KT? പീതാംബരൻ നല്ല കേഡറായിരിക്കും, നല്ല ജനകീയനായിരിക്കും. പക്ഷേ പാർട്ടി അതാത് കാലത്ത് സ്വീകരിക്കുന്ന ആശയപരമായ ഒരു കേന്ദ്രീകരണമുണ്ട്. നമ്മളെ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സാണ്, ആശയത്തിൻ്റെ കേന്ദ്രീകരണമാണ്. പാർട്ടിയുടെ ആശയം ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്താണ്? എതിരാളികളെ ശാരീരികമായി ഇല്ലാതാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് കേരളം പോലൊരു സമൂഹത്തിൻ്റെ മാറിവരുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ അഭികാമ്യമായ ഒരു പ്രവർത്തന ശൈലിയല്ല. പലതവണ പറഞ്ഞുവിടുന്ന ഇപ്പൊ കുഞ്ഞനന്ദനെ സംരക്ഷിക്കുന്ന, ഷാഫിയുടെ കല്യാണത്തിന് പോകുന്ന, ആകാശ് തില്ലങ്കേരിക്ക് സഹായം ചെയ്യുന്ന ഒരു പാർട്ടി നേതൃത്വത്തെ കണ്ടല്ലേ സ്വയം ആകാശ് തില്ലങ്കേരിക്കൊന്നും ഒരു സഹായവും ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് നിഷാദ് ആവർത്തിച്ച് ചോദിച്ചല്ലോ, നിങ്ങൾ അക്രമ രാഷ്ട്രീയം നിർത്തുമെന്ന് പറയുമ്പോൾ നിർത്തുമെന്ന് പറയുന്നില്ല. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ തുറന്ന് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ആ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയിൽ ഓരോ പാർട്ടികൾക്കും ഏറിയും കുറഞ്ഞുമുള്ള പങ്കുണ്ട്, പാളിച്ചകളുണ്ട്. അത്തരത്തിലുള്ള തെറ്റുകൾ തിരുത്തി ഈ രാഷ്ട്രീയത്തെ ആശയത്തിന്റെയും വീക്ഷണത്തിന്റെയും നിലപാടിന്റെയും മണ്ഡലത്തിലെ ഒരു യുദ്ധമാക്കി മാറ്റണം. അതായത് ആശയ ധീരതയാണ് വേണ്ടത്, അല്ലാതെ ആയുധം എടുത്തുകൊണ്ടുള്ള. എന്തുകൊണ്ടാണ് ഇവരെല്ലാം പ്രകോപനാവുന്നത്? ഞാൻ പറയുന്ന കാര്യത്തോട് എന്തുകൊണ്ടാണ് ഇവർ ആകാശ് തിലങ്കേരിയിലും കുഞ്ഞനന്ദനും ചുറ്റിക്കറങ്ങുന്നത്? എന്തുകൊണ്ടാണ്? CPM ഒരു നിലപാടെടുത്താൽ ആ നിലപാട് നടപ്പാക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംസ്ഥാന സെക്രട്ടറി ആളുകൾക്ക് തിരിയാതെ ഭാഷ പറഞ്ഞ് ശരിയല്ല. ഞാൻ പറയുന്നത് മനസ്സിലാകും. രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നിന്ന് മേലാൽ വിട്ടുനിൽക്കുമെന്നും പ്രതികളെ ഇനി സംരക്ഷിക്കില്ല എന്നും പറയുന്ന CPIM-നെ മുന്നനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വിശ്വസിക്കാമോ? രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും CPIM മാത്രം അതിൽ നിന്ന് വിട്ടുനിന്നാൽ അതുണ്ടാകുമോ? ഇത് ചർച്ച ചെയ്യുകയാണ് കേരള സമ്മിറ്റ്. ഇന്ന് ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണം. ഇതിൽ നിലനിൽക്കുന്ന നിഗൂഢത തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് പൊതുജനങ്ങളെ കബളിപ്പിക്കലാണ്. അതിന് പ്രത്യേക ഈ നിഗൂഢത കണ്ടുപിടിക്കാനായിട്ട് പ്രത്യേക നിയമം തന്നെ ഉണ്ടാക്കണം. 1992 ബാബരി മസ്ജിദ് തകർന്ന സംഭവം, ആ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കൊലപാതകം നടന്നത്. 12 പേർ കൊല്ലപ്പെട്ടു. 12 പേർ, അതിൽ 50ഓളം കുറ്റവാളികളുണ്ടായിരുന്നു പ്രതിസ്ഥാനത്ത്. ഈ കുറ്റവാളികളിൽ ഒരാൾ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. പ്രതികളൊക്കെ ശരിയായ പ്രതികളാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നു എന്നതിലേക്ക് കടക്കുമ്പോൾ പ്രതിയും വാദിയും കൺസേൺഡ് പാർട്ടിക്കാർ ഒരേ മേശപ്പുറത്തിരുന്നിട്ട് കേസ് പിൻവലിക്കാൻ വേണ്ടി ധാരണയാകുന്നു. ഒരു ഭാഗം മറ്റു ഭാഗത്തിന് കാശ് കൊടുക്കുന്നു, മറ്റൊരാൾ വാങ്ങുന്നു. ഒരു കേസിൽ മാത്രം അത് ജഡ്ജിയുടെ ഒരു ധീരമായ ഒരു നിലപാട് കൊണ്ട് മാത്രം ശിക്ഷിക്കപ്പെട്ടു. ബാക്കി ഒന്നും. കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണൽ കൊലപാതകം നടക്കുന്നത്. ഇതാണ് കുറേ കാലം കഴിയുമ്പോൾ ഇതിൻ്റെ സ്പിരിറ്റ്, ഇതിൻ്റെ ചൂട് ആറുമ്പോൾ അതിനനുസരിച്ച് കോംപ്രമൈസിലേക്ക് എത്തും. അതിൽ പാർട്ടിക്കാർ എല്ലാവരെയും സംരക്ഷിക്കും. രാഷ്ട്രീയ കൊലപാതകങ്ങളിലാണെങ്കിൽ ബാബരി മസ്ജിദ് കേസിന് എന്തിനാ പാർട്ടിക്കാർ പറയുന്നത്? കക്ഷിയുടെ പേര് പറ. ഏറ്റവും കൂടുതൽ ഞാൻ
ഒരു തരം ഇരുട്ട് പരത്തണ്ട. ആരാണ് കൊലപാതകം നടത്തിയത് ബാബരി മസ്ജിദ് സംഭവത്തിന് ശേഷം? നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ജില്ല മാറാട് ജില്ലയാ. ഈ അക്രമത്തെക്കുറിച്ചിട്ടും കൊലപാതകത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നിഷ്ഠൂരമായ ആളുകളെ വെട്ടിയിടുന്ന അത്തരത്തിലേക്കുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന കമ്മ്യൂണലിസം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം. CPM-നെ മാറ്റി നിർത്തി. CPM-നെ മാറ്റി നിർത്താം. മറ്റൊന്ന്, രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പിന്നെ കൊടുക്കുന്നത് വ്യാജ പ്രതികളാണ്. അത് സ്വാഭാവികമായും കോടതി എത്തുമ്പോൾ അത് തള്ളിപ്പോവും. പിന്നെ എങ്ങനെയാണ് പിന്നെ ഇതിന് അവസാനം ഉണ്ടാവുന്നത്? അത് പരിഹരിക്കാൻ ഇപ്പം CPM-നോട് വിമർശനമുള്ളപ്പോൾ പോലും നിങ്ങൾക്ക് അധികാരമുള്ള സമയത്ത് അത് പരിഹരിക്കാനോ ശരിയായ പ്രതിയെ കണ്ടെത്താനോ നിങ്ങളുടെ ഇനീഷ്യേറ്റീവ് എത്രത്തോളം ഉള്ള ചോദ്യത്തിന് നിരാശയാണ് ഉത്തരം. എൻ്റെ ചോദ്യം നോക്കൂ, ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രിയും പ്രധാനപ്പെട്ട CPIM നേതാക്കളും ഒക്കെ പെരിയയിൽ വരുന്നില്ല എന്ന വിമർശനം ആദ്യം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് മുതൽ താഴേക്കുള്ള ആളുകളാണ്. വരാനുള്ള സന്നദ്ധത CPIM-ന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അറിയിക്കുമ്പോൾ അവിടെ വൈകാരിക വിക്ഷോഭം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വരേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത് നിങ്ങളാണ്. നോക്കൂ, ഷിബിൻ്റെ കൊലപാതകം ഉണ്ടാകുന്ന സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പോകാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന സമയത്ത് CPIM അവിടെ വരാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ്. ഇവിടെ നിങ്ങൾ വരേണ്ടതില്ല ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ഒരു ഏറ്റുമുട്ടലിൻ്റെ പ്രതി സൃഷ്ടിക്ക് എന്തിനാണ്? സമാധാനമാണ് നിങ്ങളുടെ നയമെങ്കിൽ അതിനെ കുറച്ചുകൂടി വിശാലമായി സമീപിക്കേണ്ട റിജിൽ. അങ്ങനെ ഒരു സമാധാനം നിങ്ങൾ ഈ പറയുന്നത് പോലെ ആ നാട്ടിലെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇതിനകത്ത് ഞങ്ങൾ സംശയിക്കുന്ന, ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ കൊലപാതകത്തിനകത്ത് ആസൂത്രണമായി നടത്തിയതാണ് എന്ന് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനകത്ത് പ്രതിയായി നിൽക്കുന്ന ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയായാലും നേതാവ് വരുമ്പോൾ ഉണ്ടാകുന്ന വൈകാരിക പ്രകടനം അവിടെ ഉണ്ടാകും. അങ്ങനെ എന്തൊക്കെ സംഭവിച്ചാൽ അത് നാളെ മറ്റൊരു ചർച്ചയിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് തന്നെയാവാം അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാകുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ LDF ആയാലും UDF ആയാലും ഗവൺമെൻറ് തീരുമാനിച്ചാൽ, ഗവൺമെൻറ് ഒരു ഇച്ഛാശക്തി പ്രകടിപ്പിക്കാൻ സാധിച്ചാൽ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കും. കാരണം ദേശീയ ശരാശരിയിൽ കൊലപാതകങ്ങളുടെ എണ്ണത്തിൽ കൊലപാതകങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ കേരളത്തിന് 19ാം സ്ഥാനം മാത്രമേ ഉള്ളൂ. പക്ഷേ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കാര്യത്തിൽ 3ാം സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത്. കാരണം അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നീതി നടപ്പാക്കാനും നിയമമനുസരിച്ച് കുറ്റവാളികളെ ശിക്ഷിപ്പിക്കാനും കഴിയുന്നൊരു രാഷ്ട്രീയ സാഹചര്യം നിലവിലില്ല എന്നാണ് NCRBയുടെ വിലയിരുത്തൽ. ഏത് സർക്കാരിൻ്റെ കാലത്തും, ഏത് സർക്കാരിൻ്റെ കാലത്തായാലും. കാരണം രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നു, രാഷ്ട്രീയക്കാർ സംരക്ഷിക്കും. വിവാദത്തിലേക്ക് കടക്കാനൊന്നും വിവാദമല്ല പറയുന്നത്. നമുക്കറിയാമല്ലോ ആൾക്കൂട്ട കൊലപാതകത്തിലെ പ്രധാനപ്പെട്ട പ്രതിക്ക്, ആൾക്കൂട്ട കൊലപാതകത്തിലെ കേരളത്തെ കുറിച്ചല്ല താങ്കൾ സംസാരിക്കുന്ന BJP എന്ന ദേശീയ പാർട്ടിയെ പ്രതിനിധാനം ചെയ്താണ് താങ്കൾ പറയുന്നത്. ആൾക്കൂട്ട കൊലപാതകത്തിലെ പ്രധാനപ്പെട്ട പ്രതിക്ക് BJP മന്ത്രി സ്വീകരണത്തിൽ പ്രധാന പങ്കാളിയാവുന്നതും സർക്കാർ ആനുകൂല്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഈ നിങ്ങളുടെ സമീപനം. മുഹമ്മദ് അഖലാഖ് രാഷ്ട്രീയ കൊലപാതകമാണോ? കേരള പോലീസിന്റെ എഫിഷ്യൻസി രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രയോഗിക്കാൻ അവർക്ക് സന്ദർഭം കിട്ടിയാൽ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിക്കും. ഇന്നലെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രസ്താവന CPM-നെ ഭീകര പ്രസ്ഥാനമായി പ്രഖ്യാപിക്കണം. ഞാൻ ആ പ്രസ്താവനയുടെ അന്തസത്തയിലേക്കല്ല കടക്കുന്നത്, മറിച്ച് കേരളത്തിൽ CPM BJP സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, കൊലപാതകങ്ങൾ നടക്കുന്ന സമയത്ത് രണ്ടു കൂട്ടരും ശരിയാണ്. ഞാൻ ഈ നാട്ടുകാരനല്ല എന്നുള്ള ഒരു നിഷ്പക്ഷമായ ഒരു ഷണ്ടൻ നിഷ്പക്ഷതയാണ് കോൺഗ്രസ് സ്വീകരിക്കാറ്. നേരെ മറിച്ച് അതിൽ BJP ആണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ കോൺഗ്രസ്സുകാർ പറയട്ടെ BJP-യുടെയാണ് തെറ്റ്, CPM ആണ് തെറ്റ് ചെയ്തതെങ്കിൽ അവർ CPM എന്ന് പറയും. അവരുടെ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ മാത്രം CPM-നെ ഒരു ഭീകരവാദ പ്രസ്ഥാനമായി പ്രഖ്യാപിക്കണം എന്നൊരാവശ്യം ഒരു അംഗീകൃത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിന് ഭൂഷണമല്ല എന്നാണ് എനിക്ക് പറയുന്നത്. നിങ്ങളുടെ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ പോലീസിന് നിങ്ങളെ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ, അതേ പോലീസ് നിങ്ങളുടെ കസ്റ്റഡിയിൽ നിന്ന് നിൽക്കൂലേ? ഇതേ നിലപാടിന് നിങ്ങളും തുടരൂലേ? എന്നുള്ളത് നമ്മൾ ശീലിച്ചു പോകുന്ന കേരളത്തെ കുറിച്ചാണ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ നിങ്ങൾക്ക് അധികാരമുള്ളിടത്ത് നിങ്ങൾ ചെയ്യുന്നത് എന്താണോ അത് വെച്ചിട്ടായി ചോദ്യം ചോദിക്കാം. എന്താണ് ഇന്ത്യയിൽ യുപിയിൽ നിങ്ങൾക്ക് അധികാരമുള്ള സ്ഥലത്ത്, ഇന്ത്യയിലെ വടക്കേ ഇന്ത്യൻ ഒരു സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതോ ആയ ചെറിയ സംഭവങ്ങളെ മുതൽ വലിയ സംഭവങ്ങൾ വരെ പ്രധാനമന്ത്രി വിശദീകരിക്കണം എന്ന് ആദിത്യനാഥിന്റെ നാട്ടിൽ സംഘപരിവാറിനെ
ഇന്നലെ വന്നതിന് ശേഷം ഉണ്ടായ ക്രൈം. ഇന്നലെ ഇല്ല, അങ്ങനെ തർക്കിക്കല്ലേ. ഇന്നലെ അപ്പൊ നിങ്ങൾ എല്ലാ കാലത്തും നിങ്ങളുടെ നാടുകളിൽ ചെയ്യുന്ന ഇത് തന്നെയാണ്. നേരത്തെ നമ്മൾ തുടങ്ങിയ സമയത്ത് CPM-ന്റെ പ്രതിനിധിയായിട്ടുള്ള അദ്ദേഹം സംസാരിച്ചു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു കൊലപാതകം ഉണ്ടാവാതിരിക്കുന്നതാണ് CPM-ന്റെ നിലപാടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ ഇത് എന്ന് പറയുന്നത് സ്ഥിരമായി മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മദ്യപാനിയുടെ മദ്യം നിർത്തുകയാണ് എന്ന് പറയുന്നത് ഇത് എൻ്റെ അവസാനത്തെ പെഗ്ഗാണ് എന്ന് പറയുന്ന ഒരു മദ്യപാനിയുടെ നിലപാടായിട്ട് CPM-ന്റെ നിലപാട് എപ്പോഴും ഉള്ളൂ. അവിടെ ഒരു കോമൺ കക്ഷിയേ ഉള്ളൂ. കോൺഗ്രസ്സുകാരനെ കൊന്നാലും BJP-കാരനെ കൊന്നാലും RMP-കാരനെ കൊന്നാലും ആരെ കൊന്നാലും അവിടെ ഒരു കോമൺ കക്ഷിയേ ഉള്ളൂ. അത് CPM ആണ്. അതിന്റെ ഒരു വശം എന്ന് പറയുന്നത് അക്രമ രാഷ്ട്രീയം. തിരികെ കൊല്ലുമ്പോഴും കോമൺ ആയി ഒരു ഇരയല്ലേ ഉള്ളൂ. ആ ഇര, അതായത് കൊല്ലുന്നത് ഒരാളാവുമ്പോ ഇരൊന്നാവുന്നതോ. കേരളത്തിലെ അക്രമ രാഷ്ട്രീയം എങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. അല്ലാതെ ഒരിക്കലും ഈ അക്രമ രാഷ്ട്രീയത്തിന്റെ കണക്കെടുക്കലോ നിങ്ങളെ എത്ര പേരെ കൊന്നു ഞങ്ങൾ എത്ര പേരെ കൊന്നു എന്നുള്ളതല്ലല്ലോ നമ്മുടെ ചർച്ച. നമുക്കിത് എങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. അത് ഏത് രീതിയിലേക്ക് കൊണ്ടുപോകാം. ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട പാർട്ടിയാണ്, രക്തസാക്ഷികൾ ഏറ്റവും കൂടുതൽ പാർട്ടിയാണ്. നമ്മുടെ വീട്ടിലെ ഷുഹൈബിന്റെ കേസെടുക്കാം, ഷുക്കൂറിന്റെ കേസെടുക്കാം, ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ള ഈ രണ്ടുപേരുടെ കൊലപാതകം എടുക്കാം. ഇതിലൊന്നും ഒരു രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഭാഗമായി അബദ്ധത്തിലോ അപ്പോൾ ഉണ്ടാകുന്ന പ്രകോപനത്തിലോ ഉണ്ടായിട്ടുള്ള കൊലപാതകമല്ല. ഒരു പ്രശ്നവും ഇല്ലാതിരിക്കാൻ നിങ്ങൾ നടത്തുന്ന ഏകപക്ഷീയമായ ആക്രമണമാണത്. അത് നിങ്ങൾക്ക് സമാധാനത്തോട് പ്രതിബദ്ധതയുണ്ടെന്ന് പറയുകയും ഒരേ സമയം പ്രശ്നമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് തമ്മിൽ എങ്ങനെ യോജിച്ചു പോകും? നിഷാദേ, ഈ സ്ഥലങ്ങളിലൊന്നും പ്രശ്നം ഉണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളെ വ്യക്തിപരമായി ശാരീരികമായ ഒരാളെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രതിരോധത്തിലേക്ക് പോകാൻ പാടില്ല. ഈ പ്രദേശങ്ങളെല്ലാം പ്രശ്നമുണ്ട്. എല്ലാവർക്കും അറിയാം, പോലീസിന്റെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ കൃപേഷും ശരത്തും അവിടെ പ്രശ്നങ്ങളുണ്ട്. അവിടെ പീതാംബരൻ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. തുടർച്ചയായി ആ വനിതാ മതിലിന്റെ സമയത്ത് ഞങ്ങളുടെ വനിതാ സഹാക്കൾ വരെ അവിടെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. നിരവധി സംഭവങ്ങളുണ്ട്. അത്തരം സംഘർഷങ്ങൾ നിഷാദെ ഒന്ന് പറഞ്ഞോട്ടെ. നമ്മൾ പോലീസും സർക്കാരൊക്കെ ഉണ്ട്, പക്ഷെ സമൂഹം എന്ന് പറയുന്നത് CPM-ന് വേറെ നീതി പല തലങ്ങളിലാണ് സമൂഹം നീങ്ങുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം സംഘർഷങ്ങളെന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട്. അതിൽ പറ്റുന്ന പാളിച്ചകളാണ് ഈ പീതാംബരൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുൻകൈയെടുത്ത് നടന്ന കൊലപാതകങ്ങൾ. അത് പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട്. ആ ഒരു സ്പിരിറ്റിൽ നിന്ന് ഈ ചർച്ച കൊണ്ടുപോകാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയല്ല ചെയ്യേണ്ടത്. എങ്ങനെ നമുക്ക് കോൺഗ്രസ് പറയട്ടെ, അവസാനിപ്പിക്കാനുള്ള തീരുമാനം പാർട്ടി എടുക്കുന്നത് എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്? പീതാംബരനിൽ മാത്രമായി അവസാനിപ്പിക്കാനുള്ള തീരുമാനം എടുക്കുന്നത് എന്ത് ഇന്റേണൽ മെക്കാനിസം ഉപയോഗിച്ച് പരിശോധന അടിസ്ഥാനത്തിലാണ്? പീതാംബരൻ തന്നെ സ്വയം പറഞ്ഞിരിക്കുകയാണ്, എന്നെ പാർട്ടി സംരക്ഷിച്ചില്ല. പീതാംബരന്റെ ഭാര്യ പറഞ്ഞല്ലോ, ഭാര്യ പറഞ്ഞതിനെക്കുറിച്ച് പറ, ഭാര്യയും മകളും പറഞ്ഞതിനെക്കുറിച്ച് പറ. നിങ്ങൾ പറയൂ, നിങ്ങൾ പറയൂ, അത് പറയൂ. ഒരു പീതാംബരനല്ല, നിങ്ങൾ ടൂൾ മാത്രമാണ്. പീതാംബരന്റെ ഭാര്യ സത്യം പറഞ്ഞിട്ടുണ്ട്, മകൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് റിയാലിറ്റി. അതുകൊണ്ട് ഞാനത് വൈകാരികമായി എടുത്തു. ഞാൻ അതിനുള്ള സംഘത്തെ ഉണ്ടാക്കി, ഞാൻ ആ ആക്ഷൻ നടത്തി. ഒരിക്കലുമല്ല, അതിനകത്ത് ഭാര്യ പറഞ്ഞതാണ് സത്യം, മകള് പറഞ്ഞ സത്യം. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏരിയയിൽ നടന്നിട്ടുള്ള കൊലപാതകത്തിന്റെ അടിസ്ഥാനത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടി അത് വളരെ കൃത്യമായിട്ട് അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ജനങ്ങൾ കാണുന്നതാണ്. ആ കൊലപാതകത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അത് രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും കൊലപാതകം, ശാരീരികമായ ഉന്മൂലനം എന്ന് പറയുന്നതിന് ഒരു തരത്തിലും ആർക്കും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതല്ല. ഇവിടെ ഇപ്പം CPM പറയുന്നത് പീതാംബരൻ എന്ന് പറയുന്ന ആൾ അവർ പാർട്ടിയുടെ ഏതോ രീതിയിലുള്ള പ്രവർത്തകനാണ്. അപ്പോൾ അവർ ആ കൊലപാതകത്തിൽ അവർക്ക് പങ്കുണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ട് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഉത്തരവാദിത്തം പാർട്ടിക്കുണ്ടായിരിക്കും എന്നുള്ളതും പറയുകയുണ്ടായി. പക്ഷേ അത് ഇനിമേലിൽ ഇവിടെ ഇപ്പം നമ്മൾ നടത്തുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലും ഏതൊരു പാർട്ടിയാലും ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പറയേണ്ടത് തീർച്ചയായും ഇത്തരമൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ വീണ്ടും നടത്തും എന്നുള്ളതല്ലല്ലോ പറയേണ്ടത്. ജാതിയുടെ പേര് പറഞ്ഞ്, മതത്തിൻ്റെ പേര് പറഞ്ഞ്, പശുവിൻ്റെ പേര് പറഞ്ഞ് നിരവധി കൊലപാതകങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ കാലം അത്രയും ഇല്ലാത്ത തരത്തിലുള്ള കൊലപാതകങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് എന്ത് നിലപാടാണ്? അതിൽ ഈ
വെറും 8 വളരെ വയസ്സ് പ്രസക്തമായ മാത്രം ചോദ്യമാണ്. ജയൻ ആ പ്രായമുള്ള കാര്യത്തിൽ ആസിഫ പറയും. എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. കുറെ പറഞ്ഞ കാര്യമാണത്. ജയൻ, അല്ല, ഈ ഇപ്പൊ 8 നിങ്ങളുടെ വയസ്സുള്ള ആളുകൾ പെൺകുട്ടിയെ- നിങ്ങളുടെ ഒരു ആളുകൾ മിനിറ്റ് ഒന്ന് പ്രതികളാക്കപ്പെട്ട പറയട്ടെ, ഞങ്ങൾക്കൊന്ന് പറയാൻ അവസരം തരൂ. ഓക്കേ. 8 വയസ്സുള്ള ആസിഫ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അത്രയും ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയിട്ട് നിങ്ങൾ അപലപിക്കാൻ പോലും തയ്യാറായിട്ടില്ല. പ്രതികളെ സംബന്ധിച്ച് കോൺഗ്രസ്, BJP MLA UDF പ്രകടനം നടത്തി. ഞങ്ങൾ അല്ല, പറയട്ടെ, മന്ത്രി UDF തന്നെ. കേരളം മന്ത്രി, ഭരിക്കുന്ന മിനിസ്റ്റർ സമയത്ത് ഒന്ന് പറയട്ടെ, കേരളത്തിൽ UDF ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസ് ഓഫീസിന്റെ മുന്നിൽ കൂടെ പോലും ഒരു സ്ത്രീക്ക് പോകാൻ പറ്റുകയില്ല. നിലമ്പൂരിലെ രാധ എന്ന് പറയുന്ന അടിച്ചു വാരുന്ന ഒരു സ്ത്രീയെ ഏത് രീതിയിലാണ് ഇവർ കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ ഇത്രയും പിന്നീട് സുധാകരൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇതിനെ ഈ രീതിയിലൊന്നും നേരിട്ടാൽ പോരാ, ഇതിനെ തിരിച്ചടിക്കണമെന്നാണ് സുധാകരൻ പറയുന്നത്. മാത്രവുമല്ല, നമ്മൾ നാൽപ്പാടി വാസു എന്ന് പറയുന്ന ഒരാള് ഒരു ജാഥ പോകുമ്പോൾ അത് നോക്കി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവരെ വെടിവെച്ച് കൊല്ലുന്ന സംഭവം ഉണ്ടായപ്പോൾ മട്ടന്നൂരിൽ വന്നിട്ട് കൊലവിളി പ്രസംഗം നടത്തിയ ആളാണ് ഈ സുധാകരൻ. DC സെക്രട്ടറി കണ്ടോത്ത് ഗോപിന്റെ കൈവെട്ടിയ ആളാണ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതറിയോ മാഡത്തിന്? നാൽപ്പാടി വാസുവിനെ വെടിവെച്ചത് അദ്ദേഹത്തിന്റെ ഗവൺമെന്റാണ്. അദ്ദേഹത്തിന്റെ പോലീസ് ഗവൺമെന്റ് ബോംബറിയാൻ 5 തവണ അദ്ദേഹത്തെ ബോംബറിഞ്ഞില്ലേ നിങ്ങളുടെ പാർട്ടി? ആ കാര്യത്തിലെ തർക്കം കഴിഞ്ഞു. ജയൻ, ഇപ്പോൾ നിങ്ങൾ ഈ രാജ്യവ്യാപകമായി നടന്നിട്ടുള്ള അക്രമങ്ങളിലും കൊലപാതകങ്ങളിലുമുള്ള നിങ്ങളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് കൂടിയാണ് അവർ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് കേരളത്തിലേക്ക് തന്നെ വരാം. നിരവധിയായ കൊലപാതക കേസുകളിൽ നിങ്ങളുടെ ആളുകൾ പ്രതികളായിട്ടുണ്ട്. നിങ്ങൾ ഒട്ടും പിന്നിലല്ല ആ കാര്യത്തിൽ നിന്ന് പ്രത്യേകമായി ഓർക്കണം. ഒരു ഇന്റേണൽ മെക്കാനിസം ഉപയോഗിച്ച് അന്വേഷണം നടത്താൻ, അതിലെ ഞങ്ങളുടെ ആളുകൾ പ്രതികളാണോ എന്ന് മനസ്സിലാക്കാൻ, അവരുമായി ഞങ്ങൾക്കിനി ബന്ധമില്ലെന്ന് പ്രഖ്യാപിക്കാൻ, പുറത്താക്കാൻ എപ്പോഴെങ്കിലും ശ്രമിച്ച ഒരു പാർട്ടിയാണോ നിങ്ങൾ? ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി തീരുമാനിച്ചോ പാർട്ടി നേതൃത്വം പങ്കാളിത്തം വഹിച്ചുകൊണ്ടോ പാർട്ടിയുടെ ഉത്തരവാദിത്വത്തിലോ യാതൊരു രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കും പാർട്ടി കേരളത്തിലോ രാജ്യത്തെവിടെയും നേതൃത്വം കൊടുത്തില്ല. RSS BJP കേഡേഴ്സ് പ്രതികളാണെന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ കേസുകളുണ്ട്. നിങ്ങൾ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഇന്റേണൽ മെക്കാനിസം ഉപയോഗിച്ച് അന്വേഷണം നടത്തി എത്ര പേരെ പുറത്താക്കിയിട്ടുണ്ട്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ രാജ്യത്തെ പൊതുനീതിന്യായ വ്യവസ്ഥയെ അംഗീകരിക്കുന്നത്. കോടതി കുറ്റക്കാരനാണെങ്കിൽ ഞങ്ങളുടെ ദൃഷ്ടിയിലും അദ്ദേഹം കുറ്റക്കാരനാണ്. അദ്ദേഹത്തിനെതിരെ സംഘടനാപരമായ നിലപാടുകൾ ബസ്സിലിട്ട് ദാരുണമായി വെട്ടിക്കൊന്ന കേസിനകത്ത് ഇന്നും ജീവപര്യന്ത ശിക്ഷ അനുഭവിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്നു 6 നേതാക്കന്മാർ. അതുപോലെ തന്നെ ചെറുവാഞ്ചേരിയിലെ ചോയ്യൻ രാജീവനെ ബസ്സിലിട്ട് ദാരുണമായി കൊലപ്പെടുത്തി. ആ കൊലപ്പെടുത്തിയ കേസിനകത്ത് നിങ്ങൾ പഴയ കഥകൾ വിടാം. നിങ്ങൾ ഒരു രാഷ്ട്രീയ സംഘടന എന്ന നിലയ്ക്ക് നിങ്ങൾ തമ്മിലുള്ള തർക്കമാക്കല്ലേ. ഗവൺമെന്റുകൾ നിരപരാധികളായ BJP RSS പ്രവർത്തകരെ ധാരാളമായി കള്ളക്കേസുകളിൽ പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ പോരാട്ടം നടത്തി അതേ കള്ളക്കേസിന്റെ കാര്യമാണ് കുഞ്ഞനന്ദൻ പീതാംബരനെ പുറത്താക്കിയത് തെറ്റാണെന്നാണോ പറഞ്ഞത്? ഇത് തന്നെയാണ് പ്രശ്നം. പുറത്താക്കിയിട്ടുണ്ട്. പ്രശ്നം ഒന്ന് സംസാരിക്കാനും പൂർത്തീകരിക്കാനും പുറത്താക്കിയിട്ടുണ്ട്. ഞങ്ങൾ പുറത്താക്കുന്നതല്ലോ, ഞങ്ങളല്ലല്ലോ പുറത്താക്കേണ്ടത്. കോടതിയാണ് കുറ്റക്കാരനാണ്. ഞങ്ങൾക്ക് സംവിധാനമില്ല. അങ്ങനെയാണെങ്കിൽ കോടതിയാണ് എന്ന് പറയുന്ന പരിപാടി ഞങ്ങൾക്കില്ല. ഗാന്ധി വധത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണത്. ഗാന്ധിയെ കൊന്നത് ശരിയാണെന്ന് പറഞ്ഞ് ഗാന്ധി വധം നാടകമായി ആവർത്തിക്കുന്ന ഒരു പാർട്ടിയാണത്. ആ പാർട്ടിയോട് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഗാന്ധി വധം പുനരവതരിപ്പിക്കുന്ന പാർട്ടിയാണത്. ഞങ്ങളെ ശത്രു, ഞങ്ങളെ ആക്രമിച്ചത് കൊണ്ടാ CPM ശത്രു. അതുകൊണ്ട് നിങ്ങൾ BJP കോൺഗ്രസ് എന്ന് പറയണ്ട. ഞങ്ങളെ ആക്രമിച്ച വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ സംസാരിക്കാൻ. അങ്ങനെ ഈ കോൺഗ്രസിനും BJP പൊതുശത്രുവായിട്ട് കണ്ട് മാർക്സിസ്റ്റ് പാർട്ടിനെയാ. കാരണം കേരളത്തിന്റെ ഒരു നല്ലൊരു നിലപാടെടുക്കാനും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും കഴിയുന്ന ഒരു പാർട്ടിയാണ്. അതെങ്ങനെ ഇല്ലാതെയാക്കണം എന്ന് വേണ്ട. അതുകൊണ്ട് അതെങ്ങനെ അതിന്റെ ഇതിന്റെ മേലാണ്
ആര് കോൺഗ്രസ് പാർട്ടിയും വലിയ ഒരു പൊതു ശത്രുവായിട്ട് ആരെ കാണുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിനെ കാണുന്നത്. പിന്നെ അടുത്ത ചോദ്യം ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കും. അല്ല. ശരി, ആ ചോദ്യം ആദ്യം കഴിഞ്ഞു. കോൺഗ്രസും ബി.ജെ.പിയും അവരുടെ നിലപാട് വ്യക്തമാക്കുക. ഇനി അതാണ് ഇവിടെ ആവശ്യം. ഞങ്ങളാണോ പ്രതികൾ? ഞങ്ങളാ കൊന്നിട്ടുള്ളത്? അല്ലല്ല, കൊന്നത് CPM കാർ തന്നെയാണെന്ന് കാര്യത്തിൽ തർക്കമില്ല. റിജിലെ ചോദ്യം ഞാൻ ക്ലാരിഫൈ ചെയ്യാണ്. ഇപ്പൊ നമുക്ക് സമാധാനം എന്തായാലും വേണം, നിങ്ങൾ അതിനുവേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. കെ സുധാകരൻ പക്ഷേ തിരിച്ചടിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് നടത്തുന്നത്. അവിടെ പ്രത്യാക്രമണം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ശ്രീ രവീന്ദ്രൻ ചൂണ്ടിക്കാണിച്ച പോലെ നിങ്ങളുടെ ഒരു മൃഗീയ ഭൂരിപക്ഷമുള്ള നാടാണ് അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണമല്ലോ. സ്വാഭാവികമായും അങ്ങനെ ഉണ്ടാവുന്നില്ല. അവിടെ തിരിച്ചടി നടന്നുകൊണ്ടിരിക്കുകയാണ്, വീട് കൊള്ളയടിക്കുകയാണ്, കാറ് കത്തിക്കുകയാണ്. അപ്പൊ നിങ്ങളെ ഞാൻ പറയട്ടെ നിഷാദെ, ആ സംഭവത്തിനകത്ത് ഉണ്ടായ ഒരു വൈകാരികമായ അങ്ങനെ തന്നെയാണ് രാജീവ് ഗാന്ധി, അങ്ങനെ തന്നെയാണ് ഇന്ദിരാഗാന്ധി പീതാംബരന്റെ പ്രശ്നവും വൈകാരികമാക്കി വിട്ടേക്കും. അങ്ങനെയാണോ അത്? നിങ്ങൾ ആദ്യം പറയേണ്ടത് ഈ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് നിലപാടുള്ളതാ. കേസുകാരെ ആക്രമിച്ചു, 2 തവണ ആക്രമിച്ചു, 3 തവണ ആക്രമിച്ചു. അതിനുശേഷമാണ് അവിടെ ഞങ്ങൾ ഇതിനില്ല എന്ന് പറയുമോ? അതാണ് സത്യം. ഖണ്ഡിതമായി പറയുമോ രമേശ് ചെന്നിത്തല ഞങ്ങൾ ഒരു വീടും ആക്രമിച്ചില്ല? ആ സമയത്തുണ്ടായ ആ സംഘർഷം ഞങ്ങൾ പാർട്ടി ന്യായീകരിക്കുന്നില്ല, ആ സംഘർഷത്തെ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നാദാപുരവും പന്നിയൂരും തൂണേരിയുമെല്ലാം മുസ്ലിം വീടുകൾ കൊള്ളയടിച്ചതും അക്രമത്തിന്റെ പേരിൽ തേർവാഴ്ച നടത്തിയതും CPM ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. CPIM പ്രതികളായിട്ടുള്ള കൊല നടന്നിട്ടില്ലേ? നമുക്ക് അവസാനിപ്പിക്കാം. ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? സുധാകരൻ വെല്ലുവിളിച്ചിട്ടില്ല. ഇതിനകത്ത് ദാരുണമായി കൊലയപ്പെട്ടതിനനുസരിച്ച് പാർട്ടി പരിശോധിക്കും. പാർട്ടി നിങ്ങൾക്ക് ഞങ്ങളുടെ നേതാവ് ഞങ്ങളുടെ ചെറുപ്പക്കാരെ വേട്ടയാടി കൊല്ലുമ്പോൾ ഞങ്ങൾക്ക് സംരക്ഷണം സുഖചികിത്സ നടത്തുന്നുണ്ടോ? അവർക്ക് കൂട്ടുകാരെ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നുണ്ടോ? ഞങ്ങൾ ഈ കൊലയാളികൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ടോ? ആ കല്യാണം കഴിക്കുന്ന ആ കൊലയാളികളുടെ വീട്ടിൽ പോയി അവർക്ക് അവരുടെ കൂടെ നിന്ന് സെൽഫി എടുക്കുന്നുണ്ടോ? ഇതും ഞങ്ങൾ ചെയ്യുന്നല്ലോ. ഞങ്ങൾ ജയൻ, ഈ കാര്യത്തിൽ ഏകപക്ഷീയമായ അത്തരം അക്രമങ്ങളിൽ നിന്ന് ഞങ്ങൾ പരിപൂർണമായും വിട്ടുനിൽക്കുമെന്ന്, ഞങ്ങൾ ഇനി ഒരു ചെറുവിരൽ അനക്കില്ല എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല ഇതുവരെ. വരണമല്ലോ ഈ ഘട്ടത്തിലെങ്കിലും. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയും RSSന്റെ അഖിലേന്ത്യാ തലവനും നൽകിയ ഉറപ്പും അവർ നീട്ടിയ കയ്യിൽ CPM-ൽ നിന്ന് അതിന് പ്രതികരണം ഉണ്ടായില്ല എന്ന് പറയുന്നു. സാർ പറയൂ, ഇത് പറയൂ. രാജ്നാഥ് സിംഗ് പറഞ്ഞു കേരളത്തിലെ വികസന സാധ്യതകൾ ഏറെയുള്ള സംസ്ഥാനമാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിച്ചാൽ കേരളത്തിന് വളരെയധികം സാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ കേരള ഗവൺമെന്റും അതിന് നേതൃത്വം നൽകുന്ന സർക്കാരും ശ്രദ്ധിക്കണം. രാജ്നാഥ് സിംഗ് അതിനോട് വികസനത്തിന് ഒരുപാട് ബില്ലാണെന്നും പറഞ്ഞു കളയല്ലേ? ഞാൻ മാത്രമല്ല, BJP ആയാലും ഏത് പ്രസ്ഥാനങ്ങളായാലും ഞങ്ങൾ കേരളത്തിന്റെ സാധ്യതകളെ കുറിച്ചും കേരളത്തിന്റെ ശക്തിയെ കുറിച്ചും അതുകൊണ്ടാണ് രാജ്നാഥ് സിംഗ്ജിയുടെ ആ ഒരു ഓഫർ ഇപ്പോഴും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. രവീന്ദ്രൻ അവസാനമായി ഈ കാര്യത്തിൽ 2 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുള്ളൂ. ഒന്ന്, പോലീസിന്റെ എഫിഷ്യൻസിയാണ്. പോലീസിന്റെ എഫിഷ്യൻസി ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണോ? മറ്റൊന്ന്, ഇപ്പൊ CPIM-നെ കുറിച്ചാണ് ആക്ഷേപം മുഴുവൻ. അവർ ഈ കാര്യത്തിൽ പ്രതികളുമാണ്. CPIM വിഡ്രോ ചെയ്താൽ മാത്രം അവസാനിക്കുന്ന ഒരു പ്രശ്നമാണോ കേരളത്തിൽ ഇതിന്റെ പേരിലുള്ളത്? പുറത്ത് കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആയാലും പുറത്താക്കി എന്ന് പറഞ്ഞാലും അത് പുറത്താവില്ല. കുഞ്ഞനന്തമാർ എല്ലാ പാർട്ടികളുണ്ട്. ഇപ്പോഴും ഇതിനകത്തോട്ട് ഇപ്പോൾ പീതാംബരനെ പുറത്താക്കിയെങ്കിലും പീതാംബരനെ എന്ത് തന്നെയായാലും പാർട്ടി സംരക്ഷിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. കാരണം ആദ്യം കുടുംബം ഇത് അറിഞ്ഞിരുന്നില്ല. കുടുംബം ആദ്യം പറഞ്ഞു പാർട്ടിക്ക് വേണ്ടി മാത്രം, പാർട്ടി പറഞ്ഞാലേ കൊല്ലൂ എന്ന് പറഞ്ഞു. അങ്ങനെ പാർട്ടി പിന്നീട് പിറ്റേ ദിവസം അവർ മാധ്യമങ്ങളെ കാണാൻ തയ്യാറായില്ല. കോടിയേരി പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമാണ്, സത്യമാണ്. കോടിയേരി പാർട്ടി സെക്രട്ടറി കോടിയേരി പറയുന്നതിൽ CPM മാറാൻ ആഗ്രഹം സത്യമാണ്. കൊലപാതക രാഷ്ട്രീയം ഇനി വേണ്ട എന്ന് CPM ആഗ്രഹിക്കുന്നുണ്ട്, കോൺഗ്രസും ആഗ്രഹിക്കണം. പക്ഷേ ഇതിനകത്തുള്ള അന്തക വിത്തുകൾ ഈ പാർട്ടിക്കകത്ത് ഇപ്പോഴുണ്ട്. അതിനെ കോടിയേരി വിചാരിച്ചാൽ പുറത്താക്കാൻ പറ്റില്ല. അപ്പോഴും പ്രാദേശിക നേതൃത്വത്തിൻ്റെ സംരക്ഷണം ഇവർക്കുണ്ട്.
ഇവരെ പീതാംബരനെ പുറത്താക്കി മെക്കാനിസത്തിന്റെ പ്രശ്നമല്ലേ അത്? മെക്കാനിസത്തിന്റെ പ്രശ്നമാണ്. ആ പ്രശ്നം ക്രമേണ പരിഹരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാമെന്നല്ലാതെ ഈ പീതാംബരനോടുകൂടി അത് അവസാനിക്കുന്നു. ഒരു കാര്യം, അവരെ ഞാൻ കൊന്നാലും എനിക്കെൻ്റെ പാർട്ടിയുണ്ട്, ജയിലിൽ പോയാൽ പാർട്ടിയുണ്ട്, കുറിപിരിക്കും, പാർട്ടി സഹായിക്കും, അങ്ങനെയുള്ള ഒരു വികാരത്തിൽ അതിലൊരു മാതൃക CPM ഭാഗത്തുണ്ടായിരുന്നു. അത് ജയിലിൽ നിന്ന് കണ്ണൂരിൽ ജയിലിൽ നിന്ന് മാലയിട്ട പ്രതികളെ CPM പുറത്താക്കിയിരുന്നു. പക്ഷേ അത് പിന്നീട് തുടർന്ന് നിങ്ങൾ അതിനുശേഷം നിങ്ങൾ ആ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പോയാൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പീതാംബരൻ കണ്ട് വളരുന്നത് സംരക്ഷിക്കപ്പെടുന്ന കുഞ്ഞനന്തനെ, ഷംസീർ പങ്കെടുക്കുന്ന കല്യാണവേദിയിലെ വരനായ ഷാഫിയെ, ആകാശ് തില്ലങ്കേരിയുടെ ഏറ്റവും വലിയ ആരാധന കൊടിസുനിയാണ്. രാഷ്ട്രീയം ഒരു പ്രദേശത്ത് സംഘർഷം ഉണ്ടായാൽ സംഘർഷം ഉണ്ടാവില്ല നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വ്യത്യസ്ത താല്പര്യങ്ങളും വർഗ്ഗങ്ങളും ഒക്കെ തന്നെയാണ് പാർട്ടികളായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ആ പാർട്ടികൾ തമ്മിൽ സംഘടന ഉണ്ടാകാം. ആ സംഘടനകളെ വിവേകപൂർവ്വം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വീക്ഷണപരമായ വ്യക്തത, ഒരു ആശയബോധം അണികൾക്കിടയിൽ ഉണ്ടാക്കി കൊടുക്കാനാണ് ഞങ്ങളുടെ പാർട്ടി ശ്രമിക്കുന്നത്. അക്രമ രാഷ്ട്രീയത്തോട് ഒരു നിലയ്ക്കുമുള്ള അനുഭാവം ഇനിയില്ലെന്നും പരിപൂർണമായും സമാധാനത്തിന്റെ നയം സ്വീകരിക്കുമെന്നും CPIM പറയുമ്പോൾ തുടർന്ന് അങ്ങോട്ടും ഈ കേസിലെ പ്രതികളെ സംരക്ഷിക്കാതിരിക്കാനുള്ള ജാഗ്രത CPM കാണിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കേരളത്തിൽ കൊലപാതക രാഷ്ട്രീയം ഉണ്ടാവാതിരിക്കാൻ CPIM മാത്രം ഒരു പ്രതിജ്ഞ എടുത്തത് കൊണ്ട് കഴിയില്ല എന്നത് പ്രധാനപ്പെട്ടതാണ്. അക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമായ നിലപാടുമായി മറ്റേതൊക്കെ പാർട്ടികൾ മുന്നോട്ട് വരുമെന്നതും ഈ സമൂഹം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. കേരള സമിതി പൂർണ്ണമാവുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.